ഹലോ ചേട്ടാ, ഞാൻ യൂട്യൂബറാണേ. ഞാൻ ചാലഞ്ച് തരട്ടെ? ഞാൻ 1000 രൂപ വരാം. സിമ്പിൾ പണിയേ ഉള്ളൂ. ചേട്ടാ ഞാൻ വൈഫിനെ വിളിച്ച് ഐ ലവ് യു എന്ന് പറയുക. ഞാൻ 2000 രൂപ അങ്ങോട്ട് വരാം. നീ അവളെ വിളിച്ച് പറയാോ? ഇതെങ്ങനെ ചേട്ടാ, ചേട്ടൻ്റെ ഭാര്യയല്ലേ, ഞാൻ വിളിച്ച് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു, എന്നിട്ട് നീ ഐ ലവ് യു എന്ന് പറയാം അവളോട്. അതെങ്ങനെ ചേട്ടാ? പറടാ, നീ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. എന്നാ ഹലോ, ഒരു പാമ്പർ മീഡിയം, 1 കിലോ ചേന ചേമ്പ്, പിന്നെ 1 കിലോ പടവലം, പിന്നെ തൈരെങ്ങാണം മറന്നു വെച്ച് വന്ന എന്റെ തനി കൊണ കാണും. എന്താ ചേട്ടാ ഇത്? എന്തുവാ ഈ കേട്ടത്? എന്തുവാടാ നീ ആ ഫോണിൽ തന്നെ? നീ നോക്കടാ. പാമ്പറ് ചേമ്പ് ചേന, പാമ്പറ് ക്യാരറ്റ് തക്കാളി, പാമ്പറ് പയറ് പടവലം. എന്താ വേട്ടെ ഇത്? മിനി പച്ചക്കറി കടയോ? ഈ പറഞ്ഞ 3ലും പാമ്പറുണ്ടാ. ചേട്ടന് പിള്ളേരുണ്ടോ? പിന്നെ എനിക്ക് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാനാണല്ലോ പാമ്പർ. നിനക്കറിയാവോ എടാ, എന്റെ കൂട്ടുകാർ വരെ എന്നെ പാമ്പറേന്നാ വിളിക്കുന്നത്. പാമ്പറേ? എന്തോ കണ്ടോ, ഞാൻ എന്റെ പേര് വരെ മറന്നുപോയി. ചേട്ടന്റെ പേരെന്തുവാ? പേര് സുമേഷ്. സുമേഷ്, ഈ പേര് ഞാൻ മറന്നു. നിനക്കറിയാവോ, TV-യിൽ പാമ്പറിന്റെ പരസ്യം കാണിക്കുമ്പോൾ കൊച്ചവിടെ നിന്നോട് പറയുന്നത് എന്റെ അച്ഛന്റെ പരസ്യം കാണിക്കുന്നത്. എന്റെ കൂട്ടുകാർ വരെ എന്റെ ബർത്ത്ഡേ കേക്ക് ഹാപ്പി ബർത്ത്ഡേ പാമ്പറേ എന്നും പറഞ്ഞോണ്ട് എഴുതിയിട്ട് അറിയോ? എടാ, അവള് പാമ്പറും കോപ്പും കൊണതാരും ഒക്കെ പറഞ്ഞതിന്റെ താഴെ ഐ ലവ് യു സുമേഷ് ഏട്ടാ എന്ന് നമുക്കൊന്നും എഴുതിക്കൂടാടാ. ചേട്ടൻ വീട്ടിൽ പോലെ കഴിക്കാൻ ഉണ്ടാക്കണ്ടേ? അതിനുവേണ്ടി ആ പാമ്പടി ചേച്ചി അങ്ങനെ പറഞ്ഞായിരിക്കും. ചേച്ചിയുടെ സൈഡ് ആയല്ലോടാ നീ. ചേച്ചി പെണ്ണാണോ നിന്റെ? അതല്ല ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടൻ ചേച്ചിയെ വിളിക്ക്, എന്റെ ഐ ലവ് യു എന്ന് പറ. ഞാൻ പറയത്തില്ല. പറയട്ടെ, പ്രശ്നമെല്ലാം കഴിയും. ഒരു വട്ടമാണ് ഞാൻ പറയത്തുള്ളൂ. ആ മതി. അയില വേണ്ട, പിടക്കണ മത്തി വല്ലതും കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചോണ്ട് പോവാ. കേട്ടല്ലോ, മത്തി മതിയെന്ന്. നീ അങ്ങോട്ട് ചെല്ലും, നിന്റെ ചേച്ചി അമ്മ പുഴുങ്ങി നിനക്ക് തരും. എടാ പോവല്ലേ കേട്ടോ, അടുത്ത മാസം എന്റെ കല്യാണമാ. പാമ്പർ ചേന ചേമ്പ് മാറി. മാമ എന്തിനു തരുന്നു ട്രോമ?